ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഈ ചൂട് സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാം. അപ്പം മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതാ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഇതാ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാമേ. ഞാൻ 1 കപ്പ് ചവ്വരി അരമണിക്കൂറോളം ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലൊരു കണ്ണാടി പരുവം വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ. അടച്ചു വെച്ച് വേവിച്ചാൽ നമുക്കിത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കുമേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഈ ചൂട് സമയത്ത് മസ്റ്റായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇതാ ഇവിടെ ചവ്വരി നല്ലോണം ഒന്ന് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ചവ്വരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റുള്ളിൽ തന്നെ ചവ്വരി വെന്ത് കിട്ടും. കാരണം ഞാൻ അരമണിക്കൂറോളം ചവ്വരി ഒന്ന് കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം കുതിർക്കുമോ അത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് അത് വേവിക്കാനും സാധിക്കേ. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്കതൊന്ന് പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകി വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താ ഇവിടെ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് കൊടുത്ത് പാൽ നല്ലോണം നമുക്കങ്ങ് തിളപ്പിച്ചെടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം പാൽ നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ പാൽ നല്ലോണം ഒന്ന് തിളക്കി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇളക്കി കൊടുത്ത് പാൽ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ സമയം നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ചതച്ചതാണെങ്കിൽ ഒരു 3-4 ഏലക്ക നമുക്ക് ചതച്ചിതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാമേ. മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഒരു നോർമൽ മധുരമായിരിക്കും കേട്ടോ. ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയം നമ്മൾ ചവ്വരി നല്ലോണം തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒട്ടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ട് കട്ടകളായിട്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പാലിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല തരിതരിയായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. കട്ടകളായിട്ടൊന്നും ആവില്ല, നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടുമേ. അപ്പോൾ നമുക്ക് ഈ പാലിലോട്ട് ഈ പാലിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചവ്വരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ചവ്വരി ഫുള്ളായിട്ട് അതിലോട്ട് അങ്ങ് തട്ടിക്കൊടുക്കാം. അതിനുശേഷം 2-3 മിനിറ്റ് നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഈ ചവ്വരിയിൽ കട്ടയൊന്നും കെട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുമേ. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൂടാതെ ഇപ്പോൾ ചൂട് സമയമാണല്ലോ, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം 2-3 ഐസ് ക്യൂബൊക്കെ ഇട്ടൊന്ന് കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും കണ്ടല്ലോ ചവ്വരിയൊക്കെ നല്ലോണം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാമേ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല പഴുത്ത പൈനാപ്പിൾ ഇതേപോലെ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. നല്ല മധുരമുള്ള പൊർത്തിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. എന്നാലും നമ്മളിത് ഇവിടെ ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം ഈ പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവാൻ തുടങ്ങും കേട്ടോ. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാമേ.
പൈനാപ്പിൾ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂട് സമയത്ത് ഇതേപോലെയൊക്കെ ഒന്നല്ലേ നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, കണ്ടല്ലോ പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് അരിഞ്ഞ് പുറത്തിച്ചക്കയൊക്കെ നല്ലോണം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പുറത്തിച്ചക്ക എന്നാണ് പറയുന്നത്, പൈനാപ്പിൾ എന്നാണ് പേര്, എന്നാലും തിരുവനന്തപുരത്തൊക്കെ പുറത്തിച്ചക്ക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതും തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രണ്ടും നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിലേക്ക് തന്നെ പുറത്തിച്ചക്കയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയും പുറത്തിച്ചക്ക കയറി വന്നു. തിരുവനന്തപുരംകാരുടെ ഒരു പ്രത്യേകതയാണല്ലോ, തിരുവനന്തപുരം സ്റ്റൈലിലാണ് പുറത്തിച്ചക്ക കേട്ടോ. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലും പൈനാപ്പിളും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇനി അത്യാവശ്യം നല്ല തണുപ്പോട് കൂടി കഴിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഒരു 2-3 ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തൊണ്ട അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിത് ഐസ് ക്യൂബ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് കുടിക്കുകയാണേ. അപ്പോൾ നിങ്ങൾ 2-3 ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം ഇതൊന്ന് സെർവ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചവ്വരിയൊക്കെ നമുക്ക് വായിൽ തന്നെ അങ്ങ് അലിഞ്ഞിറങ്ങി പോകും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പുറത്തിച്ചക്കയും വീണ്ടും പുറത്തിച്ചക്ക കയറി വന്നു. ഈ പൈനാപ്പിളും നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടിയേ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ.